ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. പൂക്കളം കോമ്പറ്റീഷൻസിനൊക്കെ നിങ്ങൾക്ക് ഈ പൂക്കളം ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂക്കളമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഉള്ളിലായിട്ട് പൂവിതൾ പോലത്തെ ഷേപ്പ് ഫിഗർ കാണും പോലെ വരച്ചു. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പൂക്കളം ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബാക്കിയുള്ള ഭാഗത്തും പൂവിൻ്റെ ഇതുപോലത്തെ ഷേപ്പ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ വളരെ സിമ്പിളായിരുന്നു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഉള്ളിലായിട്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൂക്കളം ഇടുമ്പോൾ പൂക്കളം ചെയ്ത ഇമേജസ് നമുക്ക് പൂക്കളം ചാനലിലൂടെ പൂക്കളം ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ടാഗ് ചെയ്ത് തരാവുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി നമ്മളിപ്പോൾ വരച്ച സർക്കിളിനുള്ളിലായിട്ട് ആ ഫിഗറിൽ കണ്ടിരിക്കുമ്പോഴത്തെ ഷേപ്പ് വരച്ചെടുക്കുക. ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ ഫുൾ ഫിഗറും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ വരച്ച ഷേപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇട്ട് കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള പൂക്കളം കോമ്പറ്റീഷനിലൊക്കെ അടിപൊളിയായിട്ട് സ്വീകരിക്കുന്ന ഒരു നല്ലൊരു ഡിസൈനാണിത്. മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ആ പൂവിൻ്റെ ഇതുപോലത്തെ ഷേപ്പ് കണക്ട് ചെയ്തിട്ട് ആ ലൈൻസ് വരച്ചെടുത്തു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ലൈൻസ് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. ഇനി അത് കണക്ട് ചെയ്ത് വരച്ച് ഇപ്പോൾ ഉള്ളിൽ ഒരു പോയിൻ്റ് ചെയ്തുപോലത്തെ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഫുൾ ഫിഗറും വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ചെയ്യാം. അതിന് ഉള്ളിലായിട്ട് ഒരു സർക്കിളും വരച്ചെടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ അതും വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ പൂക്കളം ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അധികം കഷ്ടപ്പാടില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കുക. ഇനി ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് ആ ഫിഗറിൽ തന്നിരിക്കുമ്പോഴത്തെ ലൈൻസ് കണക്ട് ചെയ്ത് ഫിഗറുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യേണ്ടതാണ്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ വെച്ച സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് ആ കർവ്സ് എല്ലാം വരച്ച് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ആ എഡ്ജ് കണക്ട് ചെയ്തിട്ട് ആ പടത്തിൽ കണ്ടിരിക്കുമ്പോഴത്തെ ഫിഗേഴ്സ് വരച്ചെടുക്കുക. ബാക്കിയുള്ള എഡ്ജും കണക്ട് ചെയ്ത് ആ ഫിഗേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം ഒരു കർവ് വരച്ച് പിന്നെ ട്രയാങ്കിൾസ് വരച്ചാണ് ആ എഡ്ജ് തമ്മിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ സിമ്മട്രിക്കലായിട്ടുള്ളൊരു അടിപൊളി ഡിസൈനാണ്. ഇനി നമ്മൾ അതിന് മുകളിൽ വീണ്ടും ട്രയാങ്കിളിൻ്റെ ഷേപ്പ് പോലെ വരച്ചു. ഇപ്പോൾ ഒരു 3D ലുക്കൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മളൊരു സർക്കിളാണ് അത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് വരച്ചത്. ഇപ്പോൾ ഒരു 3D ലുക്കൊക്കെ തോന്നിക്കുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പൂക്കളം ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.